തൗഹീദിൽ വരെ മാറ്റം സംഭവിച്ചുപോയി. പഴയ കാലത്ത് തൗഹീദായി പറഞ്ഞത് ശിർക്കിലായിപ്പോയി. ഇവരുമായി തൗഹീദിലൊക്കെ മാറ്റം ആരാ ശിർക്കിലായത്? ഇപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ കാണിച്ചുതരാം. കണ്ടോ, ഇജ് മുമ്പ് പറഞ്ഞ തൗഹീദും ഇപ്പൊ ഇജ് പറഞ്ഞ തൗഹീദും അതനുസരിച്ച് ഇജിപ്പോ ശിർക്കിലായി പോയി. മന്ത് മറ്റേക്കല്ല. അങ്ങനെയുണ്ട്. ഇതേമാതിരി കാണിക്കടാ കയ്യിലുണ്ടെങ്കിൽ. ഞങ്ങൾ എൻ്റെ 2 പ്രസംഗം കാണിക്കണ്ടേ, പഴയതും പുതിയതും. തൗഹീദ് എല്ലാ കാലത്തും ഒന്നേക്കാരം. അതിന് സംഘടനയുള്ള കാലത്താണെങ്കിലും സംഘടനയിൽ പോയിന്റ് ശേഷമാണെങ്കിലും ഒക്കെ ഒന്നേക്കാരം. പോയിന്റ് ശേഷം ഇട്ടുതരാ, സംഘടനയിലുള്ളപ്പം പറഞ്ഞ തൗഹീദ് ഇട്ടുതരാ, പോയിന്റ് ശേഷം പറഞ്ഞ തൗഹീദ് ഇട്ടുതരാ, ഇപ്പൊ പറഞ്ഞ തൗഹീദ് ഇട്ടുതരാ. ഇങ്ങടിച്ച് തൗഹീദ് ഉണ്ടോ എന്ന് വെച്ച് നോക്കിയാ, നെഞ്ഞത്ത് കൈവച്ച് കണ്ട് നോക്കടോ. പച്ചയിലല്ലേ ആ ക്ലിപ്പ് പറ്റരുത്, ഞാൻ പറഞ്ഞില്ല. ഒന്നുകൂടി പറയട്ടെ, ഞങ്ങൾ വിശന്നാൽ ഭക്ഷണം കഴിക്കുന്നു. ഞങ്ങളെ വിശ്വാസം പഠിച്ചോ, ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല. വിശപ്പ് മാറ്റുന്നവൻ അല്ലാഹുവാണ്, ഭക്ഷണം കാരണമാണ്. പഠിച്ചു വെച്ചോ മൗലവിമാരെ തൗഹീദ്. ഞങ്ങളെ രോഗമായാൽ ഡോക്ടറെ സമീപിക്കുന്നു. ഞങ്ങളെ വിശ്വാസം ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടറുടെ മരുന്നിനും ഒരു രോഗവും മാറ്റാൻ കഴിവില്ല. രോഗം മാറ്റുന്നവൻ അല്ലാഹുവാ, ഡോക്ടറും മരുന്നും കാരണമാണ്. ഇത് ഞങ്ങളെ അചഞ്ചലമായ തൗഹീദിന്റെ വിശ്വാസമാ. ശൈഖ് ജീലാനിയോട് ഞങ്ങൾ രോഗം മാറ്റണമെന്ന് പറയുമ്പോ ശൈഖ് ജീലാനി രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അല്ലാഹ് തേടാൻ പറഞ്ഞതുകൊണ്ട് തേടിയതാ. ശൈഖ് ജീലാനി കാരണമാണ്, രോഗം മാറ്റിയത് അല്ലാഹുവാണ്. യുദ്ധത്തിൽ കണ്ണ് നഷ്ടപ്പെട്ട സ്വഹാബിക്കറിയാ, കാഴ്ച തരുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ഓടിപ്പോയിട്ട് നബിയെ കണ്ണ് നഷ്ടപ്പെട്ടു പോയി. കണ്ണങ്ങ് കയ്യിൽ കൊടുത്തപ്പോ ആ കണ്ണങ്ങ് പിടിച്ച് ആ കണ്ണിന്റെ സ്ഥാനത്ത് വെച്ച് കണ്ണിനൊരു തടവൽ അല്ലാഹുവിന്റെ റസൂൽ നിർവഹിച്ചപ്പോ കണ്ണ് തിരിച്ചു കിട്ടിയില്ലേ? തിരിച്ചു കൊടുത്തത് അല്ലാഹുവാണ്. റസൂലുള്ളാഹിന്റെ കയ്യിന്റെ സ്പർശനമാണ് അതിന്റെ കാരണം. പഠിച്ചു വെച്ചോ, തൗഹീദ് പഠിക്കാതെ ഉമർ തങ്ങളുടെ ഉമർ ഖാദിയുടെ പാരമ്പര്യമുള്ള മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന നാട്ടിൽ വന്നിട്ട് നിന്റെ പൊട്ടൻ ആശയങ്ങൾ പ്രചരിപ്പിക്കാമെന്ന തോന്നൽ വഹാബികളെ നിങ്ങൾക്ക് വേണ്ട. ഇത് കേട്ടില്ല നിങ്ങള്? ഇതാണ് പഴയ തൗഹീദ്. ഇത് തൗഹീദാണ്. ഇത് തൗഹീദ് അല്ലെങ്കിൽ ഈ കാലത്ത് ഇവൻ നടത്തിയ നിക്കാഹ് അത് ശരിയാവോ? അതിൽ എത്ര കുട്ടികളുണ്ടായി? പറയണം മറുപടി. ഈ തൗഹീദ് അല്ലെങ്കിൽ യഥാർത്ഥ മുസ്ലിം അല്ല എന്നൊന്നില്ലേ ആ കാലത്ത്? തൗഹീദ് ഉണ്ടായാലും മുസ്ലിമാവല്. ഈ ഇത് പ്രസംഗിച്ചെടുക്കുന്ന കാലത്തല്ലേ കല്യാണം കഴിച്ചേ അല്ലേ? അതിലുണ്ടായ മക്കളെ വിധെന്താ? ആ നിക്കാഹ് ശരിയായിട്ടുണ്ടോ? പറയണം മറുപടി. എത്ര എനിക്ക് ചോദിക്കാണ്ട്? മനസ്സിലായോ? അപ്പം ശൈഖ് ജിലാനിയോട് രോഗം മാറ്റണമെന്ന് പറഞ്ഞാൽ ശൈഖ് ജിലാനി രോഗം മാറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. വഹാബിയോട് പറഞ്ഞെടുക്കുക. മനസ്സിലായോ? എപ്പോഴോ വിശ്വാസം ഉണ്ടോ? ഇതെന്താ അതിന് തങ്ങളെ പറ്റി പറഞ്ഞേ? അതിന് തങ്ങൾ തന്നെയാണ് രോഗം മാറ്റേണ്ടത്, അവർ തന്നെയാണ് സൃഷ്ടിക്കേണ്ടത്, അവർ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ഒക്കെ കൃത്യങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ ആരോപണം പറയില്ല. ചോദിച്ചോളി. അഞ്ചര കഥ ഉണ്ടല്ലോ, കുഞ്ഞാമുണ്ടല്ലോ, നിങ്ങൾക്ക് ചോദിക്കാം, നമ്മൾ കാണിച്ചു. അപ്പോൾ പഴയ തൗഹീദ് അത്. അതിൽ ഒരേ ഉദാഹരണം പറഞ്ഞ് നിങ്ങൾ പറ്റി ജാത്തങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്നാൽ ഇതന്നെ ഒരു ആദർശ മുന്നേറ്റത്ത് പറഞ്ഞിട്ടോളി. എത്ര ഉണ്ട് എന്നിട്ട് ഞാൻ കാണിച്ചില്ല. അപ്പൊ തൗഹീദ് മാറിയത് ആർക്കാ? എന്നിട്ട് ആരാ ശിർക്കിലേക്ക് പോയത് നിങ്ങൾ നോക്കിട്ടോ. തൗഹീദ് ആരാ മാറുന്നുള്ളൂ, ആരാണ് ശിർക്കിലേക്ക് പോയതെന്നുള്ളൂ നിങ്ങൾ നോക്കി. മന്ത് മറ്റേ കാലിലാണ് മൗലവി. ഇങ്ങോട്ടും പറഞ്ഞ് വരണ്ട. ഇനി തൗഹീദ് എല്ലാ കാലത്തും ഒന്നേ കാലട്ടോ. തൗഹീദ് ഇങ്ങനെ മാറൂല. തൗഹീദാണെങ്കിൽ അത് മാറൂല. ഈ തൗഹീദ് പഠിച്ചാൽ എന്നൊക്കെ പ്രസംഗിച്ചിട്ട് വാബയുടെയൊക്കെ സംവാദവും മറ്റൊക്കെ നടത്തിയിട്ട് സംവാദത്തിന്റെ പോലീസൊക്കെ എടുത്ത് പറയണ്ടല്ലോ. ഈ തൗഹീദ് വെച്ചല്ലേ നടത്തിയത് അല്ലേ? ഇപ്പൊ ഇത് തൗഹീദ് അല്ലല്ലേ? ഇപ്പൊ ഇത് ശിർക്ക്. തൗഹീദ് മാറ്റണ്ടാവില്ലല്ലോ. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. എല്ലാ അമ്പിയാക്കളും ആദം നബി തൊട്ട് റസൂൽ വരെയുള്ള സകല അമ്പിയാക്കളും ഇവിടെ വന്നത് തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടിയാ, അള്ളാഹ്ക്ക് ആരാധിക്കണമെന്ന് പറയാൻ വേണ്ടിയാ. അതിലൊരൊറ്റ കുട്ടികളെ തൗഹീദ് മാറ്റില്ല. ഒരൊറ്റ അമ്പിയാക്കളെ തൗഹീദിലും ഒരു മാറ്റില്ല. അത് മാറാൻ പാടില്ല. എല്ലാ കാലത്തും ഒരു തൗഹീദ്. എനിക്ക് വാദലമാരി ഇപ്പൊ മുമ്പ് തൗഹീദ്, ഇപ്പൊ തൗഹീദ്. ഞങ്ങളെ തൗഹീദ് മാറിയിട്ടില്ല. ഫൽ മുതബ്ബിറാത്തി അംറക്ക് എ പി സാഹിബ് പറഞ്ഞതും അതേപോലെ പെരൂർ സാഹിബ് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കറിയോ അതെന്താ പറഞ്ഞില്ലേ? അത് നിങ്ങൾ പറഞ്ഞ മാറ്റ ആണല്ലോ. അള്ള അധികാരം കൊടുത്തു, മൊബൈൽ കൊടുത്ത മാതിരി ലോകത്തിന്റെ അധികാരം ഫുള്ളായിട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ കൊടുത്താക്കൊന്നുമില്ല. അള്ള അധികാരം കൊടുത്താൽ അള്ളാഹിന് പോയി പിന്നെ നിയന്ത്രണം ഒരേക്കാരം അല്ലെങ്കിൽ കൊടുക്കലാവില്ലല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങളെ തിരുവീർലാലം ഉണ്ടല്ലോ, മുതബിർലാലമേ, അതല്ല എ പി സാദ പറഞ്ഞേ. മനസ്സിലായോ? അത് ഞങ്ങൾക്കറിയാം. അതൊന്നും തൊടാൻ എന്നോട് കഴിയില്ല. അത് ആരാ പറഞ്ഞാക്കണേ? ഒന്ന് ചതല് പറഞ്ഞേ. പിന്നെ പല മുതബിറാത്തി അമ്രക്ക് എ പി സാദ് ലോകം നിയന്ത്രിക്കുന്ന ഔലിയാക്കൾ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അത് സ്ഥാപനം ഉണ്ടാക്കലാന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ പൊളിച്ചു കഴിക്കാൻ തന്നു. അതൊക്കെ ഞങ്ങൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ പണ്ട് തൗഹീദ് മാറി എന്ന് പറയുന്നത് നടക്കണ്ടേ അല്ലേ? അപ്പൊ ആ മാറ്റർ എന്താ ഒഴിവാക്കി? അപ്പൊ തൗഹീദാർക്കാ വെച്ച് യഥാർത്ഥ തൗഹീദാണെങ്കിൽ എല്ലാ കാലത്തും ഒന്നേക്കാരം. അങ്ങനെ തൗഹീദിന്റെ പോലെ അഞ്ഞ് കാണാൻ പോണ്ടേ. അപ്പൊ ഈ ക്ലിപ്പ് കണ്ടില്ലേ? ഇനി പറഞ്ഞിട്ടോളി. ഞങ്ങൾ പറഞ്ഞ തൗഹീദ് ആദർശ മുന്നേറ്റത്തെ പഠിപ്പിക്കുന്നുണ്ടോളി.
ഏത് മുഅ്ജിസത്തും കറാമത്തും റബ്ബിന്റെ അനുമതി പ്രകാരമാണ്. അതിലിവിടെ ആർക്കും തർക്കമില്ല. ശൈഖ് ജീലാനി തങ്ങൾ സഹായിച്ചാലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചാലും ആര് സഹായിച്ചാലും സഹായത്തിന്റെ മാനദണ്ഡം അല്ലാഹയാണ്. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ബദരീങ്ങളോട് തേടിയാലും ഔലിയാക്കളോട് തേടിയാലും അതേ ഡോക്ടറോട് തേടിയാലും യഥാർത്ഥത്തിൽ തരുന്നവൻ അല്ലാഹു തന്നെ. ഇതാ സുന്നികളെ വിശ്വാസം. അത് കറകളഞ്ഞ തൗഹീദാണ്. അതിനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. കേട്ടില്ല, ആരോട് സഹായം തേടിയാലും, ബദരീങ്ങളോട് തേടിയാലും, റസൂലുള്ളാഹിനോട് തേടിയാലും, മറ്റേത് ഔലിയാക്കളോട് തേടിയാലും, ഡോക്ടറോട് തേടിയാലും വേണ്ട, ഡോക്ടർ അതിനെ കൂട്ടിക്കെട്ടാണ്. ഇപ്പൊ നമ്മൾ ഡോക്ടർമാരോട് തുല്യപ്പെടുത്തി, മരുന്നിനോട് തുല്യപ്പെടുത്തി കണ്ടല്ലോ. എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇതുപോലെ അതിന്റെ ആദർശ എത്ര ക്ലിപ്പ് അങ്ങനെ കഴിയുന്നുണ്ട്. ആദ്യം ഭൗതികമായ കാരണം പറയും, ഡോക്ടറും മരുന്നും ഭക്ഷണവും. വിശപ്പ് മാറ്റുന്നവൻ അല്ലാഹുവാണ്, ഭക്ഷണം അതിന്റെ കാരണമാണ്. ഡോക്ടർ രോഗം മാറ്റുന്ന അല്ലാഹുവാണ്, ഡോക്ടർ അതിന്റെ കാരണമാണ്. ഇതുപോലെ അമ്പിയാക്കൾ ഔലിയാക്കൾ ഇതുപോലെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലേ? നിഷേധിക്കലോ ആണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ആക്കിയിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടാവും. എന്നിട്ടിപ്പോ പറയാം ഡോക്ടറോട് തുല്യപ്പെടുത്തി. ഡോക്ടർക്ക് എന്ത് കുതിരത്താളേ, മരുന്നിന് എന്ത് കുതിരത്താളേ, ഇജാക്കിയില്ല തുല്യപ്പെടുത്തിയിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? അല്ല എൻ്റെ ഉണ്ടല്ലോ ഇതിൽ അവനോട് പറയിച്ചാലേ ഞാൻ ആദർശം കാണിച്ചു തരും. ഇതിന് സമാനമായി ഇനി ക്ലിപ്പുകളുണ്ട്, ഞാൻ ഡയക്കുക മജീസിന് മുമ്പ് ഇട്ടുകണക്കാം. അപ്പോ ആരോട് സഹായം ചോദിച്ചാലും യഥാർത്ഥ സഹായം നൽകുന്ന അല്ലാഹുവാണ്. അവരൊക്കെ നിമിത്തങ്ങളാണ്. കാരണം എന്താ നിമിത്തം പറയാൻ പറ്റുള്ളൂ. കാരണം രോഗം ശിഫ എന്ന അതിനെ സൃഷ്ടിക്കണം പടക്കണം വരാ അള്ളാണ്. ഇവർക്കതിൽ ഇടപെടൽ മാത്രമേ ഉള്ളൂ. ശുപാർശ പറയല്, ദ്വാരക്കല്, അള്ളാഹിനോട് റെക്കമെൻഡ് ആവശ്യപ്പെടല്, അല്ലെങ്കിൽ അള്ളാഹ് അയാളെ രോഗം സുഖപ്പെടുത്തി കൊടുക്കണം റബ്ബേ എന്ന് പറഞ്ഞ ഇതിൽ ഇടപെടല്. എങ്ങനെ ഇടപെടേണ്ടി ആ രൂപത്തിലൊക്കെ ഇടപെടുക. അള്ളാഹു തആല എന്താക്കും? അത് നടപ്പിൽ വരുത്തി കൊടുക്കും, സൃഷ്ടിച്ചു കൊടുക്കും. അതാണോ തൗഹീദ്? അതാ മുമ്പ് ഇവിടെ പഠിപ്പിച്ചത്. രണ്ട് ക്ലിപ്പ് അതല്ലേ? എന്നാൽ അതിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഇജാണ് യഥാർത്ഥത്തിൽ ശിർക്കിലേക്ക് പോയത്. മനസ്സിലായോ? ഞങ്ങളല്ല. അത് കണ്ടോക്ക്, നെഞ്ഞത്ത് കയ്യിൽ ചിന്തിക്കുക. എന്നിട്ട് ഞാൻ അന്ന് പറഞ്ഞു ഒന്നാണോ തൗഹീദാണിത്. മറ്റുള്ള നിങ്ങൾ എന്ന് പറഞ്ഞ ആളെ മാറ്റി പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. തൗഹീദ് തന്നെ മാറിയപ്പോൾ ഞങ്ങൾ ഇടപെടുന്നുണ്ട്. പറച്ചാൻ കണ്ടില്ല. ഞങ്ങൾ തൗഹീദ് മാറി നടപ്പോൾ നിങ്ങൾ തൗഹീദ് എത്ര മാറിയത്? അടിസ്ഥാനം തന്നെ മാറി. ഇപ്പൊ ശരിക്കും ശിർക്കിലാപ്പൊന്നുണ്ട്. ഈ രണ്ട് ക്ലിപ്പും ഇനി വരാൻ പോണ ക്ലിപ്പ് മലപ്പുറത്ത് എന്ന് പറഞ്ഞതും അതേപോലെ മംഗലാപുരത്ത് എന്ന് പറഞ്ഞൊക്കെ കേട്ടുവയ്ക്കുക. അധികാരം നൽകപ്പെട്ട നേതാവാണ് സയ്യിദുൽ മദനി തങ്ങളവറുകൾ. അതുകൊണ്ട് തന്നെ അവരോട് തേടുമ്പോൾ വെറും ഇടപെടൽ മാത്രമല്ല, നേർക്ക് നേരെ അവര് ശിഫയാക്കി തരും, അവരെനിക്ക് തരും, എന്റെ ആവശ്യം അവര് നിറവേറ്റിത്തരും എന്ന് വിശ്വസിക്കുന്നവനാണ് സുന്നി. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഉറൂസിൽ പ്രസംഗിച്ചത് മദനി തങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് അദബുകേടാണ്. ഇടപെടൽ മാത്രമല്ല, അവര് ഖുതുബുസ്സമാനാണ്, അധികാരമുള്ളവരാണ്. നേരിട്ട് തേടിയവർക്ക് നേരിട്ട് സഹായം നൽകാൻ അല്ലാഹ് അധികാരം കൊടുത്ത സയ്യിദ് അവറുകളുടെ മഖാമിന്റെ മുന്നിൽ വന്ന് വെറും ഇടപെടലാക്കി ഈ മഖാമിലുള്ള മഹാന് കഴിവില്ലെന്ന് പറയുമ്പോൾ ആ വാദിച്ചവൻ ഒരിക്കലും സുന്നിയല്ല, അവൻ പച്ചയായ വഹാബിയാണ്. അത് പറയാനാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ മശായിഖന്മാർ നൽകിയ മദദിൽ ഞങ്ങൾ ഇവിടെ വന്നത് കേട്ടോ കൂട്ടുകാരെ. കേട്ടില്ലേ? ആരും പറഞ്ഞെന്താ ഷെയ്ഖ് ജീലാനിയോട് രോഗമാറ്റം എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ജീലാനി രോഗമാറ്റമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അള്ളാഹ് തേടാൻ പറഞ്ഞുകൊണ്ട് തേടിയതാണ്. ഷെയ്ഖ് ജീലാനി കാരണമാണ്. ഏത് മരുന്നും ഡോക്ടറും കാരണമായതുപോലെ ഭക്ഷണമൊക്കെ കാരണമായതുപോലെ ഷെയ്ഖ് ജീലാനിയും ഒരു കാരണമാണ്. ഷെയ്ഖ് ജീലാനി രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അപ്പൊ രോഗം മാറ്റുമെന്ന് വിശ്വസിച്ചാലോ ശിർക്കായി. ഇപ്പൊ മദനിതങ്ങൾ വിഷയം വരുമ്പോൾ കെട്ടിച്ചങ്ങള് മദനിതങ്ങൾ തന്നെയാണ് രോഗം മാറ്റുന്നത്. ഈ പാര തൗഹീദിൽ നിന്ന് പുറത്തു പോയത് ഇത് പറഞ്ഞ ഉസൂൽ വെച്ചിട്ട് അന്റെ മുമ്പത്തെ ക്ലിപ്പ് വെച്ചിട്ടാ. മനസ്സിലായോ? ഞാൻ ജാഹിലിയ കാലത്താണെന്ന് പറയണ്ട, തൗഹീദ് എല്ലാ കാലത്തും ഒരേ മാതിരിക്കാരം. അല്ലെങ്കിൽ ജാഹിലിയ കാലത്താണെങ്കിൽ ഇത് തൗഹീദ് അന്ന് തൗഹീദിലല്ലെങ്കിൽ ഇത് നടത്തിയ നിക്കാഹ് അത് ശരിയായിട്ടുണ്ടോ? അതിലുണ്ടായ മക്കളെ വിധി എന്താണ്? അതിൽ നടന്ന സംഗതികളൊക്കെ പിന്നെ എന്താണ്? അതിനൊക്കെ മറുപടി പറയണം. മനസ്സിലായോ? പ്രസംഗിച്ചാണ് കഴിച്ചില്ല വിചാരിച്ച് അതിന്റെ നിക്കാഹിനെ ശരിയാക്കണം കഴിയപ്പം പിന്നെ വേറെ എന്തെല്ലാം സംഗതികൾ നടന്നിട്ടുണ്ടാവും. ആ നടന്നതൊക്കെ പിന്നെ എന്തായി? കുടുങ്ങില്ലേ? അപ്പം അന്ന് പറഞ്ഞു ഷെയ്ഖ് ജിലാനിയോട് രോഗം മാറ്റണം എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ജിലാനി രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അങ്ങനെ വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. വിശ്വസിക്കാതിരിക്കലാണ് തൗഹീദ് എന്ന് പറഞ്ഞ് ഇന്ന് പറയണേ മദനി തങ്ങൾ തന്നെയാണ് രോഗം മാറ്റുന്നത്. അപ്പൊ മുമ്പ് പറഞ്ഞ തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ഇതെന്തായി? ശിർക്കിലായി മൗലവി. മന്ത് മറ്റേക്കല്ല കേട്ടോക്കെ. എന്നിട്ട് ഇതിലിപ്പോ എന്താ പറയണ്ടേ? ആ വഹാബി ആശാനാണ്. ശിർക്കിലായി വഹാബിസത്തിലേക്ക് ഉജ്ജന്നെ പോയത്. ഇത് വഹാബിക്കാണ്ട് വഹാബിയുടെ സംവാദം നടത്തിയിട്ട് തന്നെ എത്ര സംവാദം നടത്തി? ഒന്നിന് ശേഷം നടത്തില്ല ബ്രാ ജലംബ്ര. അന്നും വഹാബി അന്നേക്കാരം, അതിന് മുമ്പൊക്കെ വഹാബിക്കാരം. എന്നാൽ ആ സമയത്ത് ആ സംവാദത്തിനും അതും പറഞ്ഞ് നടക്കില്ല. എപ്പോഴും ഈ ശിർക്കിലും ഈ അതേപോലെ ഈ വിധേയത്തിലൊക്കെ അയക്കാനല്ലേ സംവാദം നടത്തിയിട്ട്.
മലർന്ന് കിടന്ന് തുപ്പിയാൽ നെഞ്ഞത്തേക്ക് വരുള്ളൂ. ഇപ്പൊ എന്തായി? നന്നായിട്ട് അടുപ്പിലാണ്ടായി. അതന്നെ ഞങ്ങളെ തൊഴിൽ പഠിപ്പിച്ചാൻ പറ്റരുത്. ആദ്യം എന്റെ തൊഴിലൊക്കെ നന്നാക്ക് കേട്ടോ.